മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിക്കുകയും എല്ലാവരുടെയും മനസ്സിൽ നിറസാന്നിധ്യവുമായ നമ്മുടെ സ്വന്തം നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് പേര് പറ. അയ്യോ മറന്നുപോയോ നീ? പറ. രശ്മി. രശ്മി. ഏറ്റവും കൂടുതൽ ട്രോളിലൂടെ ആണെങ്കിലും ആളുകൾ അറിയപ്പെട്ട ഡയലോഗ് ഏതായിരിക്കും സ്കിറ്റിലെ? ഇല്ല കുട്ടൻചേട്ടാ ഇല്ല. ശരിക്കും എങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു? നമ്മൾ നന്നായിട്ട് സന്തോഷിച്ചാൽ മതി. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരും എല്ലാവരും ഓട്ടോമാറ്റിക്കായി സന്തോഷം. ആത്മീയമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അതിപ്പം ഒരു കുറേ വർഷമായിട്ട് ഞാൻ ഇതിൽ മെമ്പറാണ്. അപ്പം നല്ല എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാം പങ്കിടാൻ പറ്റുന്ന ഒരു നല്ല വേദി, നല്ലൊരു സംഘടന ആത്മ. അപ്പൊ ഇവിടെ വന്നപ്പം ഒരുപാട് ആളുകളെ കാണുവാനും പറ്റി, പരിചയപ്പെടാൻ പറ്റി, സ്നേഹം പങ്കിടുവാൻ പറ്റി. അതെ അതെ. ഇപ്പൊ എല്ലാവരും നമ്മൾ ചെയ്യുന്ന വർക്കിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോഴാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പരസ്പരം കഥകൾ പറഞ്ഞു തരാൻ തന്നെ സമയം കിട്ടുന്നില്ല. ഇപ്പം സ്കിറ്റുകളിലോട്ടൊക്കെ സജീവമാണോ? ആ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിനിമ, ഇപ്പം നമ്മൾ ചെയ്ത മന്ദാകിനി സിനിമ ഇപ്പൊ റിലീസായിട്ടുണ്ട്. ഇനിയിപ്പോ 2 സിനിമ റിലീസ് ആവാനുണ്ട്. ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പൊ ഇനി വെച്ചടി കയറ്റം ഉണ്ടാകട്ടെ, അടിച്ചു കയറി വാ. ഓ താങ്ക് യു. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ദേവി ചന്ദന. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് ആത്മയുടെ സ്ഥിരം അംഗമാണ്. ഒരു വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാ കുടുംബാംഗങ്ങളെ ഒന്നിച്ച് കാണാൻ പറ്റുക. അത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എല്ലാവരെയും ഒന്നിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയും പുതിയതായിട്ടുള്ള വന്ന അംഗങ്ങളെ എല്ലാവരെയും കാണാൻ അറിയാനുമുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഒരു സന്തോഷം തന്നെയാണ്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഇപ്പൊ സീരിയലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാത്സല്യം സി കേരളത്തിൽ വരുന്നുണ്ട്. ഭാവന എന്ന് പറഞ്ഞ സീരിയൽ സൂര്യ TV നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ഡാൻസ് സ്കൂളൊക്കെ നന്നായി നടക്കുന്നു. അതൊക്കെയാണ് വിശേഷം. അടിച്ചു പൊളിച്ചു. ദൈവം അനുഗ്രഹിച്ച ഒരു കുഴപ്പമില്ല. ഇത്ര ആക്റ്റീവായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? അയ്യോ, ഇത് നമ്മുടെ പാഷനാണ്, പ്രൊഫഷനാണ്. അതിനെല്ലാം ഉപരി എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ജോലികളും ക്കാളും മാനസിക സന്തോഷം തരുന്ന ഒരു ജോലിയാണ് നമ്മളുടെ കലാകാരന്മാരുടെ ജോലി. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജോലിയേക്കാൾ ഉപരി തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് ശമ്പളം പറ്റുന്നു, എല്ലാം ശരി. പക്ഷേ ഇത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന എല്ലാവരുടെയും മുഖത്തുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഉയർച്ചകൾ, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇന്ന് ആത്മയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിവാദ നായകൻ തന്നെ വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ എല്ലാം ആക്റ്റീവായിട്ട് നമസ്കാരം. നീ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ വീണ്ടും എന്താണ് ആത്മ, അല്ലെങ്കിൽ ആത്മയുമായിട്ട് എത്ര നാളത്തെ ബന്ധമുണ്ട്? ഞാൻ ഒരു 10 വർഷത്തോളമായി ആത്മയിൽ ഉണ്ടായിട്ട്. ഇന്നെൻ്റെ കണക്ക് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല. 10 വർഷത്തോളമായി. ഞാനൊരു താരോത്സവം എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ ഒരു ഷോ ചെയ്യുന്ന സമയത്ത് അന്ന് ആത്മയിൽ മെമ്പറായാൽ മാത്രമേ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അന്ന് എടുത്തതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു യാത്രയിൽ നമുക്ക് എല്ലാ വർഷം ഒരിക്കലാണ് ജനറൽ ബോഡി ഉണ്ടാവുക. ആ ജനറൽ ബോഡിയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരെയും വന്ന് കാണാൻ വേണ്ടിയിട്ടൊരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. ഇതാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പലരും പല ലൊക്കേഷനിലായിരിക്കും. ഒന്നിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ആത്മയായിരിക്കും. തീർച്ചയായും അതൊരു വല്ലാത്ത സൗഹൃദമാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് പോയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഫ്രണ്ട്സിനെ കാണുന്നതിനേക്കാളും ഒരു സുഖമുള്ള, ഒരു സന്തോഷമുള്ള നിമിഷങ്ങൾ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഒരു 3 സിനിമ ചെയ്തു, അതൊരു വിശേഷമാണ്. പിന്നെ ഒരു പുതിയ സീരിയലിൽ, ഫ്ലവേഴ്സിൻ്റെ ഒരു സീരിയലിൽ ജോയിൻ ചെയ്തു. ഇന്നലെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തിയതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണല്ലോ ഇന്നലെ എത്തിയതാണ്. അതിലൊരു എക്സെൻട്രിക് ക്യാരക്ടർ ചെയ്യണം. കാരണം ഇതിന് മുന്നേ ആ സീരിയൽ പൊതുവേ ഒന്ന് കുറച്ചിരുന്നതാണ്. കാരണം വേറെ കുറച്ച് പരിപാടികളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട്. അപ്പം സി കേരളയിൽ ഞാൻ നേരത്തെ ഒരു സീരിയൽ മിസ്സസ് ഹിറ്റ്ലർ എന്ന് ചെയ്യുന്നത്, ഡ്യുവൽ പേഴ്സണാലിറ്റി ക്യാരക്ടർ, സ്ത്രീയായിട്ടും പുരുഷനായിട്ടും വരുന്നത്. ആ ഡയറക്ടറുടെ തന്നെ അടുത്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ തരുമ്പോൾ അത്രയും വെറൈറ്റി ആയിട്ടൊരു ക്യാരക്ടർ തരുന്നൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ വീണ്ടും ഒരു സീരിയലിൽ ജോയിൻ ചെയ്തു. സിനിമയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട്. ബാക്കി വിശേഷം നിനക്കറിയാലോ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ബിഗ് ബോസാണ്. ഇനിയും തീരാൻ അധിക സമയവും ഇല്ല. ആര് വിന്നറടിക്കും? ഉറപ്പായിട്ട് ഞാൻ പല വേദികളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് എന്ന് പറയാൻ ഇഷ്ടപ്പെട്ട അയാളെ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം വിന്നറാകാൻ യോഗ്യതയില്ല. അതായത് ജിൻഡോ എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന് കപ്പ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കപ്പ കൊടുക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് ആ ഷോയെ മാർക്കറ്റ് ചെയ്തത്. അതായത് ഈ പോകുന്ന ഇത്രയും ദിവസം, ഇപ്പം 90 ദിവസങ്ങളോളം അടുപ്പിച്ചായി, ഇത്രയും ദിവസം മാർക്കറ്റ് ചെയ്ത് എന്തായാലും 100 ദിവസം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വെച്ച് തന്നെ മാർക്കറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത ഒരേ ഒരാളെ ഉള്ളൂ അതിനകത്ത്. അത് നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്ത് വാട്ടെവർ കാണിച്ചാലും
ബിസിനസ് അദ്ദേഹത്തെ വെച്ചിട്ടാണ്. അതായത് ആ ജാസ്മിൻ, വ്യക്തിയുടെ പേര് പറയാമോ? ജാസ്മിൻ, വൈനോട്ട് ജാസ്മിൻ എന്ന വ്യക്തിക്ക് കപ്പ് കിട്ടണമെന്നാണ് അതിന്റെ ന്യായം. കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഇത് പല വേദികളിൽ പറയുമ്പം ഫിറോസ് PR ആണോ ജാസ്മിന്റെ, അല്ലെ ഫിറോസിന് പൈസ തന്നിട്ടുണ്ടോ? അതിനോടൊക്കെ എന്താണ് മറുപടി പറയാനുള്ളത്? പുച്ഛം മാത്രം. കാരണം ഇപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം 5th സീസൺ ആയിക്കോട്ടെ, ഈ 6th ആയിക്കോട്ടെ, പല കണ്ടസ്റ്റൻസിനും അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണെങ്കിൽ എന്നെ ഓഫർ ചെയ്ത ഒരുപാട് പേരുണ്ട്. പലരും. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പൈസ മേടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭയങ്കര രീതിയിൽ എനിക്ക് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് വേണമെങ്കിൽ ഒരു കുറഞ്ഞതൊരു 10 ലക്ഷം രൂപ എനിക്ക് ആ രീതിയിൽ ഒപ്പിക്കാവുന്ന രീതിയിലുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ അക്കൗണ്ട് ബാലൻസിൽ ഒരു പക്ഷേ 1000 രൂപ ആയിരിക്കും. പക്ഷേ ഈ മറ്റേ നട്ടല് വളച്ചിട്ടുള്ള പൈസ, പൈസ ഇല്ല. ഞാൻ ഒരാൾക്കും വേണ്ടിയിട്ട് PR ചെയ്തതില്ല. ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ജിൻഡോയാണ്. പക്ഷേ കപ്പ് കിട്ടാൻ അതിൽ കപ്പ് കൊടുക്കേണ്ട ആൾ ജാസ്മിനാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് തിങ്ക് ചെയ്താൽ മനസ്സിലാകും. നമ്മൾ ആരുടെയും ഒരു PR ആവാനും താല്പര്യമില്ല, ഇനിയോട്ട് ആവത്തതുമില്ല. അപ്പം പുതിയ വിശേഷങ്ങളിൽ അടിപൊളിയായിട്ട് താങ്ക് യു. തിരിച്ചു അടിപൊളിയായിട്ട് ഭയങ്കര വൈറൽ ഇന്റർവ്യൂ നമുക്ക് വീണ്ടും കാണാം. മാടപ്രാവിനെ പോലെ സുന്ദരി, എല്ലാവർക്കും എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തിയെ. സ്വാഗതം ചെയ്യാം. അലീന, നമസ്കാരം. നമസ്കാരം. ആ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട്. എന്താണ് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പം ആത്മയുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് എൻ്റെ. ആദ്യ മീറ്റിംഗ് ആണ്. അതെ അതെ അതെ. ഇപ്പം എല്ലാവരും കാണാൻ പറ്റി, സീനിയർ ആർട്ടിസ്റ്റിനെ പിന്നെ നമ്മുടെ ഒപ്പം ഉള്ളവരെയും ഒക്കെ കാണാൻ പറ്റി. ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പലരും പല സ്ഥലങ്ങളിലായിരിക്കും, പക്ഷെ ഇവിടെ നമ്മൾ ഒന്നിക്കുന്ന ഒരു ദിവസമല്ലേ ആത്മയില്. അപ്പൊ സന്തോഷമാണ്. പിന്നെ സന്തോഷം. പുതിയ സീരിയൽ വിശേഷങ്ങളൊക്കെ പുതിയത് ഇപ്പോൾ ഏഷ്യനെറ്റിൽ ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു. എന്താണ് റോള്? നെഗറ്റീവ് ആസ് യൂഷ്വൽ. വില്ലത്തി എന്നൊക്കെ വെച്ച ഇതാണ് വില്ലത്തി, പക്ഷെ റിയൽ ലൈഫിൽ വെറും പാവം അല്ലേ? അല്ലേ? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തുവാ? അല്ല, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ആ ചിരിയിൽ തന്നെ എല്ലാരും കണ്ടിരുന്നു പോ. പറയൂ. അല്ല, ശരിക്കും പറയൂ. നമ്മൾ സൗന്ദര്യത്തെ പറ്റിയല്ല പറയുന്നേ. എന്തോ പ്രത്യേകിച്ചൊന്നുമില്ല. സ്നേഹം മനസ്സിലുണ്ടോ സൗന്ദര്യം വന്നോളൂ. അതെ, സ്നേഹമുണ്ട്, എല്ലാരെയും അതെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. അത് തന്നെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പ്രത്യേകിച്ച് പറയാ? സപ്പോർട്ട് ചെയ്യണ്ടേ? അതെ, സപ്പോർട്ട് ചെയ്യണം. നമ്മളൊക്കെ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടിച്ച് പൊളിച്ച് കയറി വാ. ഓക്കെ, താങ്ക് യു. സീരിയലുകളിൽ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്, ഒരു വില്ലനായിട്ട് നിന്നിട്ടുണ്ട്, പക്ഷെ റിയലിൽ ഒരു പാവം അല്ലേ? പറയാൻ പറ്റൂല. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആത്മയുടെ വിശേഷങ്ങളെ പറ്റി പങ്കുവെക്കാവോ? എത്ര വർഷമായിട്ട് വരുവാ? കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ആത്മയിലും ഉണ്ട്, അമ്മയിലും ഉണ്ട്, 2 സംഘടനകളിലും ഉണ്ട്, സിനിമയിലും ഉണ്ട്, സീരിയലിലും ഉണ്ട്. അതുകൊണ്ട് രണ്ടിലും വന്നേ പറ്റും. അതെ, കുറേ കാലമായിട്ടുണ്ട്. ആത്മ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ സജീവമാണ്. പുതിയ വിശേഷങ്ങളെ പറ്റി ഒന്ന് പങ്കുവെക്കാവോ? വിശേഷങ്ങളിപ്പോൾ സീരിയലാണെങ്കിൽ മൗനരാഗം എന്ന് പറഞ്ഞൊരു സീരിയൽ നടന്നുകൊണ്ട് പോകുന്നു. സിനിമകളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആരാധകരെ ശാന്തരാഘു എന്ന് പറഞ്ഞൊരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് അവരൊക്കെ അഭിനയിക്കുന്നൊരു പടം. പിന്നെ സജിൻ ബാബുവിൻ്റെ തിയേറ്റർ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആത്മയെ വെച്ച് നോക്കുമ്പോൾ മാറ്റങ്ങൾ എന്തെങ്കിലും ഈ വർഷം ഉണ്ടോ? ഒരു മാറ്റമില്ല. മാറ്റം നീ ഇന്റർവ്യൂ എടുക്കുന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക്സ്. സ്ക്രീനിൽ കാണുമ്പോൾ വില്ലത്തിയാണ്, റിയൽ ലൈഫിൽ വില്ലത്തിയാണോ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ശരിക്കും റിയൽ ലൈഫിൽ വില്ലത്തിയാണോ? ഈ മുഖത്ത് നോക്കി എങ്ങനെ വില്ലത്തിയാണെന്ന് പറയാൻ തോന്നുന്നു. ഓക്കെ, എന്താണ് ആത്മയുടെ വിശേഷങ്ങൾ? ആത്മയുടെ വിശേഷങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പം ആദ്യ വർഷമേ വരുന്നേ? അല്ല, അങ്ങനല്ല, കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. അപ്പം ഇതിപ്പം കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇന്ന് വരുന്നത്. അപ്പം എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ വിശേഷങ്ങൾ എന്താണ്? ഇപ്പം കറന്റ് ഒരു വർക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഗീതാ ഗോവിന്ദം. ഇത്രയും പാവമായിട്ടുള്ള ഒരു വ്യക്തി വില്ലത്തി റോൾ എങ്ങനെ ചെയ്യുന്നു? ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? വില്ലത്തിയായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിലും അങ്ങനെയൊന്നും അല്ലാന്ന് തോന്നുന്നു. എന്റെ പൊന്നളവ് നോക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കൊന്നും ഭയങ്കര പാവമാണ്. അപ്പം ഒരുപാട് ആളുകൾ കൂടി ചേരുന്നൊരു സംരംഭമാണല്ലോ ആത്മ. അപ്പൊ ഇവിടെ ആണല്ലോ വർഷങ്ങൾ കൂടുമ്പം സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത്. ആരെങ്കിലും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് കുറേ പേരെയൊക്കെ കണ്ടു. എല്ലാവരും ഉണ്ട് ഓൾമോസ്റ്റ് ഇവിടെ. എല്ലാവരും ഉണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അന്നും ഇന്നും ഒരേ വൈബ്. നമസ്കാരം. നമസ്കാരം. വൈബിനൊന്നും ഒരു മാറ്റവും ഇല്ല. നിന്റെ വൈബിന് ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് ഇങ്ങനെ പോകണം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയത് ഇപ്പോൾ ജാഫർക്കാട് ഒരു പടം ചെയ്തു, സുരായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സിൽ സുഗമോദേവി എന്ന് പറഞ്ഞ സീരിയൽ വളരെ നന്നായിട്ട് പോകുന്നു.
ഇതാണ് എൻ്റെ വിശേഷം. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം. ആത്മീയമായിട്ട് ആത്മബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസം വന്നു കിട്ടാൻ വേണ്ടി. ഇനി എന്തൊക്കെ പരിപാടി വന്നാലും ഇവിടെ കഴിയുള്ള പരിപാടി ഇത് കഴിയാതെ ഞങ്ങൾക്ക് വേറൊരു സ്റ്റെപ്പിൽ. ഞാൻ എറണാകുളത്ത് നിന്ന് വെളുപ്പിന് 4 മണിക്ക് വന്ന ആളാണ്. നോട്ട് ചെയ്തോളാം 4 മണി ഇവിടെ വരുന്നു. ഇവരൊക്കെ ഒന്ന് കാണുക, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കാണുമ്പോൾ ഒരു സുഖം, സന്തോഷം. പിന്നെ കാഷ്വലി ആയിട്ട് നമ്മൾ അവരുടെ ഒക്കെ കുറേ സംസാരിക്കുക, കുറേ ഫോട്ടോ എടുക്കുക. അത് തന്നെ. കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ പരാതിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ആത്മീയ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഗുണമുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള വൈബ് ഇനിയും കേറി പോട്ടെ, അടിച്ചടിച്ച് കയറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നിന്റെ ഈ വൈബ് നീ വിട്ട് കളയണ്ട. ഓക്കെ, ശരി, താങ്ക് യു. ഇന്നും സീരിയലുകളിൽ മലയാളി മനസ്സുകൾക്ക് മറക്കാൻ പറ്റാത്ത സീരിയലാണ് കറുത്തമുത്ത്. ആ കറുത്തമുത്തിലെ എല്ലാം ജനഹൃദയങ്ങളും അംഗീകരിച്ചൊരു ക്യാരക്ടറാണ്. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ കാണാൻ സാധിച്ചത്. ആ കറുത്തമുത്ത് എന്ന സീരിയലിൽ തന്നൊരു ഹൈപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു? കറുത്തമുത്ത് എന്ന സീരിയലിൽ തന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 7 വർഷമായിട്ടും ഞാൻ ആ ക്യാരക്ടർ തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് വലിയൊരു കാര്യം കേട്ടോ. ഈ തെലുങ്കിലോട്ട് മലയാളത്തിൽ നിന്ന് പോയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഭാഷ അറിയണം. ഭാഷ ഞാൻ പഠിച്ചു. അവിടെ ചെന്നൊരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഭാഷ പഠിച്ചു. ഇത് തന്നെ ഞാൻ അവിടെ ചെന്നൊരു 3 months ഒക്കെ എടുത്തു ലാംഗ്വേജ് പഠിക്കാനായിട്ട്. എനിക്ക് അറിയില്ലായിരുന്നു. തെലുങ്കിൽ 2 വാക്ക് സംസാരിക്കാവോ? తెలుగులో ఏం మాట్లాడాలో చెప్పు. తెలుగులో ఏమైనా నేను మాట్లాడొచ్చు. ഇത് തെറിയല്ല, സ്നേഹത്തോടെ പറഞ്ഞതാ. తెలుగులో എന്താ പറയണ്ടേ പറഞ്ഞോ അത് ഞാൻ സംസാരിക്കാം. എനിക്ക് തെലുങ്ക് കംഫർട്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകരോട് തെലുങ്കിൽ പറയാനുള്ളത്? എന്റെ പ്രേക്ഷകരോട് തെലുങ്ക് പറഞ്ഞാൽ അറിയില്ലല്ലോ. എന്നെ കറുത്തമുത്തിൽ ഇത്ര സ്വീകരിച്ച പ്രേക്ഷകർ അത് മലയാളത്തിലും തെലുങ്കിലും പറയണം. എന്നെ കറുത്തമുത്തിലെ 2013-14 കാലഘട്ടത്തിലാണ് ഞാൻ കറുത്തമുത്ത് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് എപ്പിസോഡുകളൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ നല്ലതായിരുന്നു. നല്ലൊരു കഥയായിരുന്നു, കഥാപാത്രമായിരുന്നു. നല്ല എന്താ പറയുക, കറുത്ത ഡീഗ്ലാമർ ചെയ്ത് എനിക്ക് തോന്നുന്നു സക്സസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നോക്കിയാൽ ഒന്ന് കറുത്തമുത്ത് തന്നെയായിരിക്കും. ഇവിടുന്ന് പോയിട്ട് പിന്നെ ഞാൻ തെലുങ്കിലാണ് ചെയ്തത്. കറുത്തമുത്തിൻ്റെ റീമേക്കാണ് ഞാൻ ചെയ്തത്, കാർത്തിക ദീപം. കഴിഞ്ഞ 6 വർഷമായിട്ട് നാഷണലി നമ്പർ 1 ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ് കാർത്തിക ദീപം. അതിൻ്റെ കാർത്തിക ദീപം 2 ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരേ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം എന്തൊക്കെയാണ്? ആത്മീയമായിട്ട് എനിക്ക് വളരെ വലിയ ബന്ധമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാൻ മലയാളത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാ വർഷവും ഈ ആത്മ മീറ്റിങ്ങിന് ഞാനിവിടെ പങ്കെടുക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബ് അല്ലേ? എല്ലാവരെയും കാണാൻ പറ്റും. എല്ലാവരെയും കാണാൻ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും കാണാനും, പിന്നെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും നമ്മൾ അറിയണമല്ലോ. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം അറിയണമല്ലോ. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പൊ അതെല്ലാം അറിയാനും എല്ലാവരെയും കാണാനുമായിട്ടാണ് ഞാൻ ഇന്നലെ ഹൈദരാബാദിൽ നിന്നാണ് ഞാൻ വരുന്നത് മീറ്റിംഗ്. അതെ, ഞാൻ ഷൂട്ടിലായിരുന്നു അതിനാ വന്നത്. അപ്പം ഇനിയുള്ള യാത്രകളിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. ഈ മുഖം എല്ലാ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞൊരു മുഖമാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഇത് ഞാൻ പിടിക്കണം. അടിപൊളി, പിടിച്ചോ? അല്ല, താങ്കളെ കണ്ടപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ പ്രാങ്ക് വീഡിയോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഏതാ? ഋഷിയുടെ. ഓക്കെ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ സീരിയൽസ് ഉണ്ട്. ജസ്റ്റ് പൈലറ്റ് ഷൂട്ട്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വന്നു തുടങ്ങിയിട്ടില്ല, ടെലികാസ്റ്റിംഗ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ, പുരോഗമിക്കുന്നേ ഉള്ളൂ. കൂടെയുള്ള എല്ലാവരും പല ഡ്രസ്സ് ഇട്ട് വരുമ്പം ഇന്ന് ഇട്ട ഡ്രസ്സ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ക്യൂട്ട്നെസ്, ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഫീൽ. ട്രോൾ തന്നിരിക്കോ, ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ ട്രോൾ ചെയ്യാനായിട്ടല്ലേ? വരട്ടെ മച്ചാനെ, ഹാപ്പി അല്ലേ? അടിച്ച് കയറി വാ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ആത്മീയമായിട്ടുള്ള ബന്ധം എത്ര നാളായിട്ടുണ്ട്? ആത്മീയമായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു 10 വർഷമാണെന്ന് തോന്നുന്നു. കാരണം ചന്ദനമഴ ഉള്ള സമയത്താണ് ഞാനിവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പം ചന്ദനമഴ ഇപ്പം കഴിഞ്ഞിട്ട് തന്നെ എനിക്കൊന്നൊരു 7-8 വർഷമായില്ലേ. ഈ ക്യാരക്ടർ ഒരുപാട് ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും ഇഷ്ടപ്പെട്ടത്? ചന്ദനമഴയിലെ വർഷ, സരയുലെ രജനി, പറഞ്ഞ 1.5 ക്യാരക്ടറായിരുന്നു എന്റെ പൊന്നളവേ. ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന, ആസ്വദിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. പിന്നെ പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നു തീർച്ചയായിട്ടും വർഷയാണ്. അപ്പൊ എവിടെ പോയാലും എന്നെ വർഷ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇപ്പോഴും എന്റെ പേര് വർഷ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ആ തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് റിയൽ നെയിം പറയുക. ഷാലു കുര്യൻ. ഇപ്പൊ അറിയാം, എന്നാലും വർഷ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ.
ചേച്ചി നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ, കാരണം സ്ക്രീനിലൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു മുഖമാണ്, നേരിട്ട് കണ്ടത് ഈ സന്തോഷം. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം ചേച്ചിക്ക് എത്ര നാളായിട്ടുണ്ട്? ഒരു 10-18 വർഷമായിട്ടുണ്ട്. ആദ്യം തുടക്ക സമയം വരുമ്പോഴും ഇപ്പം വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തുടക്ക സമയത്ത് നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ സീരിയലിൽ നമ്മൾ അന്നന്ന് ഡെയിലി പേയ്മെന്റ് വാങ്ങി അങ്ങനെ ചെയ്യുന്നൊരു സമയം. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നമ്മളൊരു ശരിക്കും ഒരു പ്രൊഫഷണൽ ഇതുപോലെ ആയല്ലോ. അതുപോലെ ആർട്ടിസ്റ്റുകളാണെങ്കിലും പുതിയ പുതിയ കുട്ടികൾ, നിറയെ കുട്ടികൾ വരുന്നു, എല്ലാം നല്ല നല്ല മിടുക്കുള്ള നല്ല നല്ല പിള്ളേരുകൾ വരുന്നു. അങ്ങനെ പണ്ട് നമ്മളിപ്പോൾ ഒരു സീരിയലൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇടയ്ക്ക് ഇതായി പോകുന്നു, അതൊന്നുമില്ല. ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് അതിലെല്ലാ ഓരോ ദിവസവും അഭിനയത്തിന്റെ ആളുകൾ എണ്ണം കൂടിക്കൂടി വരുന്നു. പുതിയ പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ പുതിയ സാങ്കേതിക പ്രവർത്തനങ്ങൾ വരുന്നു. പണ്ടത്തെ ലൈറ്റുകളൊക്കെ മാറി ഇപ്പോൾ പുതിയ പുതിയ ലൈറ്റുകളായി. ആ കാലഘട്ടവും ഈ കാലഘട്ടവും വളർച്ച നേരിട്ട് കണ്ട വ്യക്തിയെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? നമ്മുടെ സംഘടനയാണെങ്കിലും നമുക്ക് ഒത്തിരി സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പോലെയല്ല, ഇപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒക്കെ ഒരു സംഘടനയുടെ ബലം നമുക്കുണ്ട്. അതൊരു ധൈര്യമല്ലേ നമുക്ക് എല്ലാവർക്കും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയത് ഇപ്പം ഞാൻ 2 മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തമിഴ് മൂവിയിൽ ജോയിൻ ചെയ്തു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാം നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹം ഒക്കെ അല്ലേ? ഉറപ്പായിട്ട്. താങ്ക് യു. മലയാള സിനിമയിലെ എല്ലാ മലയാളികളുടെയും ഒരേ ഒരു സ്വന്തം അമ്മ. അമ്മേ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം നേരിട്ട് കാണാൻ പറ്റിയതിൽ. എനിക്ക് അതിനേക്കാൾ സന്തോഷം. ആത്മീയ വന്നിട്ടുള്ള സന്തോഷം ഒന്ന് പങ്കിടാവോ? ആത്മയിൽ വന്നിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ, കുറച്ച് കഴിഞ്ഞ വർഷം അതിൻ്റെ വർഷമൊക്കെ വരുന്നു. നല്ല സന്തോഷമാണ്. ആത്മ ഞങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു സംഘടന തന്നെയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. സമയം പോണതറിയുന്നില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഗണേഷ് സാറ്, മറ്റേ ദിനേഷ് പണിക്കർ സാറ്, എല്ലാവരും നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും പോണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരെയും ഒന്നടക്കം സ്ക്രീനിൽ കരയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതെങ്ങനെ സാധിക്കുന്നത്? അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യിപ്പിക്കുന്നതാണ്. എന്താണ്, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ, ആ ഒരു സപ്പോർട്ട് അല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയത്. എനിക്ക് കിട്ടുന്ന സന്തോഷം എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. പുതിയ അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം, ഞാനിപ്പോൾ 3-4 സീരിയലുകൾ ചെയ്യുന്നുണ്ട്. മിനിഞ്ഞാന്നൊരു ഇന്ദ്രൻസിൻ്റെ ഒരു പടം ഞാനുള്ളതാണ്, അത് റിലീസായി. ജമാലിൻ്റെ പുഞ്ചിരി. പിന്നെ 1-2 പേര് വിളിച്ച് പറഞ്ഞ് കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കണ്ടുകൊണ്ടിരിക്കുക. എത്ര നല്ല പടമായാലും ഒരാഴ്ച ഓടിയ സന്തോഷമൊന്നും എനിക്ക്. പക്ഷേ ഇപ്പോൾ പടങ്ങൾ ഓടുന്നില്ലല്ലോ. പിന്നെ 4 സീരിയലുണ്ട്. ഒന്നിലിപ്പം ജോയിൻ ചെയ്ത് കൈരളിയിൽ. പിന്നെ അളിയൻസ് എന്നും പറഞ്ഞൊരു സീരിയല് കൗമുദിയിൽ, പിന്നെ ഏഷ്യാനെറ്റിൽ മൗനരാഗം. അമ്മയുടെ വലിയൊരു ആരാധകനാണ് ഞാൻ. അതെയോ? ഓ, അമ്മ കരയിപ്പിക്കുന്ന പോലെ മലയാള സിനിമയിൽ ഒരു അമ്മയും കരയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം അമ്മേ. തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ചേച്ചി നമസ്കാരം. ആത്മീയമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ടല്ലേ? ആത്മബന്ധമല്ല, ആത്മന്റെ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല ബന്ധം, ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകളുടെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തെ പോലെ നമ്മളെയാണ് വിളിച്ചറിയിക്കുക. അത് ഗംഭീരമായിട്ട് ജെന്യൂനായിട്ട് നമ്മളത് സോൾവ് ചെയ്ത് കൊടുക്കും. എന്തായാലും അതാ മുഖത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആരും തകർന്നു പോകത്തില്ലാണോ? 11ാമത്തെ വർഷമാണ്. അടിപൊളി. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ, വേറൊരു വർക്ക് തുടങ്ങാൻ പോകുന്നു. 2 സിനിമ കഴിഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയുടെ വർക്ക് പെൻഡിങ്ങിലുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഇതിനു മുന്നേ ഗംഭീര ഒരു സീൻ ചെയ്തതും മില്ലേനിയത്തിന്റെ അനുരാഗ ഗാനം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയോട് നമുക്ക് ഹാർട്ട് ടച്ചിങ് 100%. കാരണം 27 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പക്ഷേ സബ്ജി മില്ലേനിയം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. കണ്ടാൽ ഒരു വില്ലൻ, റിയൽ ലൈഫിൽ ഒരു ശുദ്ധൻ. സ്വാഗതം ചെയ്യാം ഫസൽ റാസി. നമസ്കാരം. ഓരോ പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പതുക്കെ ബാക്ക് ഓഫ് ചെയ്തത്. ഞാൻ അധികം സംസാരപ്രിയനല്ല, നമ്മൾ അഭിനയം മാത്രമേ ഉള്ളൂ. ക്യാമറയ്ക്ക് വളരെ സന്തോഷം. അജിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് കാണാറുണ്ട്. ഒത്തിരി സന്തോഷം. എന്താണ് ആത്മയെ പറ്റി പറയാനുള്ളത്? നല്ലൊരു, നമുക്ക് എന്തെങ്കിലും നമ്മൾ
ഉള്ള പേയ്മെൻറ്റ് അങ്ങനെയുള്ള പിന്നെ ഒരു കൂട്ടായ്മയാണ് കണ്ടില്ലേ, ഫുൾ പാക്കല്ലാണ്, ഒരു കൂടിച്ചേരല്ലേ അല്ലേ? എല്ലാവരും വരും എന്നുള്ളൊരു ഭയങ്കര വളരെ കുറച്ച് ആൾക്കാർ മാത്രം അത് ഇതുണ്ട്. നമ്മളെല്ലാം പല എന്തുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട്. ഫസൽഭായിയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം ഞാൻ ഇപ്പോൾ 2 സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹാപ്പി, ഞാനൊരു മ്യൂസീഷ്യൻ കൂടെയാണ്, പ്രോഗ്രാംസ് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. 2 വരി പാടാമോ? കണ്ണേ കലൈമാനേ കന്നിമയിലന കണ്ടേനൊனை നാനേ അന്തിപ്പகலுனை நான் பார்க்கிறேன் ஆண்டவனை இதைதான் கேட்கிறேன் രാരിരാരൂ ഊരാരിരൂ. മൈ ഫേവറേറ്റ് സോങ്. ഓ അടിപൊളി കേട്ടോ. അതുകൊണ്ട് ഇന്നുണ്ട് പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പം മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എല്ലാം അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷം. ആണോ? അതെ. ഓ താങ്ക് യു. ആരും പറഞ്ഞില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഉള്ള, ഒരു കുട്ടി ആർട്ടിസ്റ്റ് ഉണ്ട്. ഹായ്, എന്താ പേര്? എൻ ഗൗതം നന്ദ. ഏതൊക്കെ സീരിയൽ അഭിനയിച്ചു? ഞാൻ ചെമ്പനീർ പൂവിലുണ്ട്, മാളിക പറവണ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സ്വർഗവാതിൽ പക്ഷി സൂര്യ സ്വർഗവാതിൽ പക്ഷിയല്ല, ചെമ്പനീർ പൂവ് എന്നിട്ടാണ് തെറ്റിക്കല്ലേ. സ്വർഗവാതിൽ പക്ഷി. പിന്നെ ഓർഡർ തെറ്റിയതാ. ക്യാമറ നോക്കി ഒന്ന് പറഞ്ഞ അടിച്ച് കേറി വരാൻ. അടിച്ച് കേറി വാ. അങ്ങനെ പറയും. അടിച്ച് കേറി വാ. പിന്നെ അല്ല മച്ചാനെ. ചേച്ചി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ ഇപ്പം എൻ്റെ ഒരു പുതിയ മൂവി എല്ലാം ഏകദേശം എല്ലാം ഓക്കെ ആയി റിലീസിന് ഒരുങ്ങാണ്. മൂവിയുടെ പേര് ഞാൻ എന്നാ പറയാന്. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം എത്രമാത്രമുണ്ട്? ആത്മ തുടങ്ങിയ കാലം മുതൽ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഏകദേശം 20 വർഷത്തിന് മേളിലായി ഞാൻ ഈ ഒരു കലാകാരിയായിട്ട് എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഈ ആത്മ എന്ന് പറയുന്ന അംഗം എന്നുള്ള ഒരു സംഭവം. പിന്നെ ഈ വർഷത്തിലൊരിക്കലുള്ള ഒരു മീറ്റിംഗ് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കാണുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അതെ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ടാസ്ക് ഉണ്ട്, ഔട്ട്ഫിറ്റ് വെർത്ത്. അപ്പോൾ ആദ്യം കമ്മലിൽ നിന്ന് തുടങ്ങാം. കമ്മൽ ഏത് കമ്മലായിട്ടേക്കുന്നത്? ഇത് കമ്മലും മാലയും കൂടെ സെറ്റാണ്. ഞാൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള യൂസ് ചെയ്യാത്ത ഒരാളാണ്. വളരെ എന്താ കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ആഡംബരങ്ങളൊന്നും ഇല്ലാതെ കാണുമ്പോൾ തന്നെ അറിയാം. അല്ല എങ്കിലും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 520 സെറ്റ്. സാരി എനിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്, ഗൗരി ഡാൻസ് അക്കാഡമി. അതിൽ അരങ്ങേറ്റത്തിന് എൻ്റെ കുട്ടികൾ ഗിഫ്റ്റ് തന്നതാണ്. അടിപൊളി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.